പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒരു സംഗതിയല്ല. പൗരത്വ ഭേദഗതി നിയമവും ദേശീയ പൗരത്വ രജിസ്റ്ററും. പൗരത്വ ഭേദഗതി നിയമം അയൽ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുക, വളരെ നല്ല കാര്യം തോന്നുന്നുണ്ട്. പക്ഷേ അയൽ രാജ്യത്ത് വരുന്ന, അയൽ രാജ്യം എന്ന് പറഞ്ഞാൽ പ്രത്യേകമുണ്ട്, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ആൻഡ് അഫ്ഗാനിസ്ഥാൻ, ഈ മൂന്നിനും. വേറെ അയൽ രാജ്യങ്ങളൊന്നും പരിഗണിച്ചില്ല. അയൽ രാജ്യങ്ങൾ വേറെ ഉണ്ട്. ഈ 3 അയൽ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അഭയാർത്ഥികൾക്ക് എന്ന് ഇതിൽ പറയുള്ളൂ, പറയുന്നുള്ളൂ. പക്ഷേ ആ അഭയാർത്ഥികളിൽ അവിടുത്തെ മൈനോറിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷം. അപ്പം അവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ആരും അതിൽ പെടില്ല, മുസ്ലിങ്ങൾ പെടില്ല എന്നത് 3.5 തരം. അപ്പം പുറത്തുനിന്ന് വരുന്ന അമുസ്ലിങ്ങളായ ആളുകൾക്ക് പൗരത്വം കൊടുക്കാനാണ് പൗരത്വ ഭേദഗതി നിയമം. പൗരത്വ രജിസ്റ്ററോ ഇന്ത്യയിൽ ജീവിക്കുന്ന തലമുറയായി ജീവിക്കുന്ന മുസ്ലിങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് തെളിയിക്കാൻ ബാധ്യസ്ഥരാണ്. അതിനുള്ള രേഖകളും തെളിവുകളും ഹാജരാക്കിയിട്ടില്ലെങ്കിൽ എന്താ പറഞ്ഞത്, വി വിൽ ഡിറ്റക്ട് ആൻഡ് ഡിപ്പോർട്ട് എവരി ഇൻഫിൽട്രേറ്റേഴ്സ് ഫ്രം അവർ മദർലാൻഡ്. സകല നുഴഞ്ഞുകയറ്റക്കാരെയും നാം കണ്ടെത്തുകയും നമ്മുടെ മാതൃഭൂമിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. ഇതാണ് വിഷയം. ഇത് കേവലമായ തെരഞ്ഞെടുപ്പിന് തമാശക്കളിയുള്ളത്. തെരഞ്ഞെടുപ്പ് വരികയും പോവുകയും ചെയ്യും. പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ രാജ്യത്ത് നമുക്ക് സ്വസ്ഥമായി സമാധാനമായി ഇന്നലെ കഴിഞ്ഞതുപോലെ, നമ്മൾ സാധാരണ പറയാറില്ലേ, ഇന്നലത്തേക്കാൾ നല്ലൊരു നാളെ, അല്ലെങ്കിൽ ഇന്നത്തേക്കാൾ നല്ലൊരു നാളെ വേണ്ട, നമുക്ക് ഇന്നലെ പോലെ ഇന്നും നാളെയും ജീവിക്കാൻ കഴിയുമോ എന്ന പ്രശ്നമാണ് ഇന്ന് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മൈനോറിറ്റി ക്വസ്റ്റ്യൻ, ന്യൂനപക്ഷ പ്രശ്നം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? ന്യൂനപക്ഷങ്ങൾക്ക് പരിഗണിച്ചുകൊണ്ടല്ല, ന്യൂനപക്ഷങ്ങളെ അവഗണിച്ചുകൊണ്ട്, ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുത്തുകൊണ്ടല്ല, ന്യൂനപക്ഷങ്ങൾക്ക് സകല ആനുകൂല്യങ്ങളും നിഷേധിച്ചുകൊണ്ട്, അവഗണിച്ചുകൊണ്ട്, ആക്രമിച്ചുകൊണ്ട്, ആട്ടിയോടിച്ചുകൊണ്ട്. ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്നുള്ളതിലേക്ക് വ്യത്യസ്തമില്ലാതെ എല്ലാവരും സംയോജിപ്പിക്കല്ല, ന്യൂനപക്ഷത്തിനെ ഭൂരിപക്ഷത്തിൽ നിന്ന് വേർതിരിച്ച് ആട്ടി ഓടിക്കുന്ന, അനിഹിലേറ്റ് ചെയ്യുന്ന, തുടച്ചു മാറ്റുന്ന ഒരു തന്ത്രമാണ്, ഒരു നയമാണ്, ഒരു പദ്ധതിയാണ് ന്യൂനപക്ഷ പ്രശ്നം പരിഹരിക്കാൻ RSS മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് പുതിയ കാര്യമല്ല. 1930കളുടെ അവസാനത്തിൽ ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്ത പണിയാണിത്. ഹിറ്റ്ലർ അവിടെ പറഞ്ഞത് എന്താണ്? യൂതപ്രശ്നം. യൂതപ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ന്യൂനപക്ഷമായ ജൂതന്മാരുടെ അതൊരു പ്രശ്നമാണ്. ആ യൂതപ്രശ്നത്തിന് എന്താ പരിഹാരം? അദ്ദേഹം പറഞ്ഞ അതിനൊരു ഫൈനൽ സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തണം. എന്താ ഫൈനൽ സൊല്യൂഷൻ? ആത്യന്തിക പരിഹാരം യൂതന്മാരെ കൂട്ടക്കൊല നടത്തുക. പിന്നെ അപ്പം യൂതപ്രശ്നം ഉണ്ടാവില്ല. മനസ്സിലാവുന്നത്? ഞാനിത് ഇത് പറയുന്നത് ഒരു തമാശയായിട്ട് നിൽക്കണം. തെരഞ്ഞെടുപ്പിൽ വോട്ട് കിട്ടുന്നതൊക്കെ വേറെ, അതിനേക്കാളൊക്കെ നമ്മളെ ഒരു അതാണ് അടിസ്ഥാനം. നമ്മുടെ ജീവിതത്തെ ആകെ പിടിച്ചു വലയ്ക്കുന്ന അതിപ്രധാനമായ, അത്യന്തം സങ്കീർണമായ ഒരു ചരിത്രത്തിലേക്കാണ്, ഒരു സന്ദർഭത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ആളുകൾ ഇത് മനസ്സിലാക്കിയില്ല. ഇന്നലത്തെ പോലെ ഇന്നും ഇന്നത്തെ പോലെ നാളെയും നടക്കുന്നതിനെ ചിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അമ്പരപ്പിക്കുന്ന സംഭവങ്ങളിലേക്കാണ് അതിവേഗം രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഘപരിവാറിൻ്റെ RSSന്റെ ആചാര്യനായിട്ടുള്ള ഗോൾവാൾക്കർ 1960കളിൽ എഴുതിയൊരു പുസ്തകമുണ്ട്, വിചാരധാര എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൽ അവർ ഈ RSSകാർ സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുന്ന മാതിരിയല്ല. അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അന്യാപദേശ രൂപത്തിലാണ്. അന്യാപദേശം എന്ന് പറഞ്ഞാൽ ഒരു കഥയുടെ രൂപത്തിൽ. അപ്പം നമ്മൾ പറയണ മാതിരിയല്ല അവർ സംസാരിക്കുക. അവരെഴുതുകയും പറയുകയും ചെയ്യുന്നത് ഒരു കഥ പറയണ മാതിരിയാണ്. അപ്പോൾ ഒന്നുകിൽ സ്വയം ഒരു കഥ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പഴയ കഥയെ പുതിയ രീതിയിൽ വ്യാഖ്യാനിക്കും.
അപ്പം ഈ ന്യൂനപക്ഷ പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് 1960-കളിൽ തന്നെ വിചാരധാരയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നടപ്പാക്കേണ്ട ഒരു ചെയ്യുന്നത്. അതിൽ അദ്ദേഹം പറയുന്നൊരു കഥയാണ്. ആ കഥ മുഴുവൻ വിവരിക്കുന്നില്ല. ആ കഥ മഹാഭാരതത്തിലുള്ളൊരു കഥയാണ്. മഹാഭാരതം എന്ന് പറയുന്നൊരു ഇതിഹാസവും അതിൽ പാണ്ഡവന്മാരും കൗരവന്മാരും ഒരച്ഛൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെയും അനിയൻ്റെയും മക്കളാണ്. പാണ്ഡവന്മാരും കൗരവന്മാരും ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണ്. രാജവംശമാണ്. അപ്പം രാജാധികാരത്തിന് വേണ്ടി ഈ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾ തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട പ്രമേയം. അപ്പോൾ ഇതിൽ അനിയനായ പാണ്ഡുവിൻ്റെ മക്കളാണ് പാണ്ഡവന്മാർ. അവർക്ക് ഒരു സന്ദർഭത്തിൽ നാട് വിട്ടു പോകേണ്ടി വന്നു. അങ്ങനെ കാട്ടിലൂടെയും ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുകയാണ്. അങ്ങനെ ഈ പോകുന്ന 5 പേരാണ് ഉള്ളത്. അവരുടെ അമ്മയും ഈ അമ്മയും 5 മക്കളും കൂടി ഇത് തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ അവർ ഒരു ഗ്രാമത്തിലെത്തി. അപ്പോൾ ആ ഗ്രാമത്തിലെ ജനങ്ങളാകെ വലിയ ബേജാറിലാണ്, വലിയ പ്രയാസത്തിലാണ്, വലിയ സങ്കടത്തിലാണ്. എന്താ അവരുടെ പ്രശ്നം? ആ ഗ്രാമത്തെ ഒരു ഭൂതം ബാധിച്ചിരിക്കും. ഭൂതം എന്ന് പറഞ്ഞാൽ ഒരു രാക്ഷസൻ. ആ രാക്ഷസന്റെ പേര് ഭഗൻ. ഈ രാക്ഷസൻ എങ്ങനെയാ? രാക്ഷസന് വിശപ്പ് വന്നാൽ അപ്പോൾ ഗ്രാമത്തിലേക്ക് ഇറങ്ങും. അപ്പം ഈ ആനകളും പുലികളും ഒക്കെ ഇറങ്ങുന്നില്ല. അതുപോലെ ആന കാട്ടുന്ന പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഫോൺ ചെയ്ത് വിളിച്ചിട്ടല്ലോ വരിക. അതുപോലെ ഈ ഭഗൻ വിശന്ന് കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരുന്നത് മുൻകൂട്ടി അറിയിച്ചിട്ടൊന്നല്ല, ഇങ്ങോട്ട് വരും ഓടി വന്നിട്ട് കണ്ടവരൊക്കെ പിടിച്ചിരുന്നു. ഭഗന് തിന്നാൻ പറ്റാത്തായിട്ട് ഒന്നുമില്ല. പക്ഷെ ഭഗന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ്? മനുഷ്യമാംസം. അതുണ്ട ചപ്പനെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നോക്കും. അപ്പം ആദ്യം പിടിക്കുക മനുഷ്യനെ. അപ്പം ഇങ്ങനെ ഈ ഭഗന്റെ ഉപദ്രവം സഹിക്കാതെ ഇവരെല്ലാവരും കൂടി നാട്ടുകാരൊക്കെ കൂടി യോഗം ചേർന്നിട്ട് ഭഗന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് ഭഗനോട് പറഞ്ഞു, അങ്ങ് ഇങ്ങനെ ദിവസവും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എല്ലാവരും പിടിച്ചു തിന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങക്ക് തിന്നാൻ ബാക്കി ആളുണ്ടാവും. അതുകൊണ്ട് ഒരു കരാറ് നമുക്കെത്താം. എന്താ കരാറ്? ഭഗൻ ചോദിച്ചു. കരാറ് വേറൊന്നുമില്ല, എല്ലാ ദിവസവും അങ്ങക്ക് ഉച്ചഭക്ഷണം റെഡി. അതിന് അങ്ങ് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണ് ഹോം ഡെലിവറി ഉണ്ട്. അതുപോലെ ഹോട്ടലിൽ പോയി ഉണ്ടെന്ന ഹോട്ടലിൽ നമ്മുടെ വീട്ടിൽ കൊണ്ടില്ലേ ഭക്ഷണം, അതുപോലെയുള്ള ഒരു പരിപാടി. അങ്ങക്കുള്ള ഭക്ഷണം ഞങ്ങൾ ഇവിടെ എത്തിക്കും എല്ലാ ദിവസവും ഉച്ചയ്ക്ക്. അപ്പം എന്താ ഭക്ഷണം? ഒരു കാളവണ്ടി നിറച്ച് ചോറ്, പിന്നെ ആ വണ്ടി തെളിക്കുന്ന ആള്, പിന്നെ 2 കാളകൾ. ഇതാണ് ഇയാളുടെ ഉച്ചഭക്ഷണം. ഇത് റെഡിയായിട്ട് ഇവിടെ എത്തിക്കാൻ നോക്കും. അപ്പോൾ ഓരോ ദിവസം ഓരോ വീട്ടിൽ നിന്ന് ഓരോരുത്തരാണ് പോവുക. പോയി കഴിഞ്ഞവരെ പോയതല്ലോ, ബാക്കി ഇങ്ങനെ തിരിച്ചു വരില്ല. ഭഗൻ തിന്നും. അങ്ങനെയുള്ളൊരു പ്രയാസത്തിലാണ് ഈ ഗ്രാമം. അപ്പോഴാണ് ഈ പാണ്ഡവന്മാർ അമ്മയുടെ കൂടെ അവർ അവിടെ ചെന്നത്. അപ്പം ഈ സങ്കടം കേട്ടപ്പോൾ ഈ അമ്മ നാട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ ബേജാറാവണ്ട, നാളെ എന്തായാലും നിങ്ങൾ പോകണ്ട, എൻ്റെ മകനെ ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് 5 മക്കളുണ്ട്, അതിലൊരുത്തരെ ഞാൻ പറഞ്ഞേക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? എൻ്റെ ഈ മകന് നിന്നുണ്ടാക്കണമാരുള്ള ചോറ് എൻ്റെ മകൻ ഉണ്ടാക്കണം. ഒരു കാളവണ്ടി അടച്ച് 2 ആൾക്ക് ഉണ്ടാക്കണം. അങ്ങനെ മകന് കൊണ്ടുപോകാൻ വേണ്ടി, ചോറ് കൊണ്ടുപോകാൻ വേണ്ടി വന്നത് ഭീമൻ എന്ന് പറഞ്ഞ ആളാണ്. ഈ അമ്മയുടെ മകനാണ്. ഭയങ്കര കരുത്തനായിട്ടുള്ളതാണ്. അയാൾ ആദ്യം അയാൾക്കുള്ള ഊണൊക്കെ കഴിച്ചു. എന്നിട്ട് മകനുള്ള ചോറ് കാളവണ്ടിയിൽ നിറച്ച് വണ്ടി കൊണ്ടുപോയിട്ട് കാട്ടിൽ മകൻ താമസിക്കുന്ന അവിടേക്ക് എത്തിയപ്പോഴേക്കും മകനിങ്ങനെ വിശന്ന് വരിക. അപ്പോഴാണ് ഈ ചോറ് കൊണ്ടുവരുന്നത്. മകൻ ഓടിന് വന്നു. അപ്പം ഈ ഭീമൻ എന്ത് ചെയ്തു? ചോറ് ഉരുട്ടിയപ്പോൾ മകൻ വിചാരിച്ചു ഉരുട്ടത്തെ പടിയില്ല, വായ പൊളിച്ചാൽ മതി. വായ പൊളിച്ചു. അപ്പം ഈ ചോറ് ഉരുളാൻ കാണിക്കും ഈ ഭീമൻ തന്നെ തിന്നുന്നത്. ആദ്യം ഭീമൻ്റെ തമാശയെന്ന് വിചാരിച്ചു. പിന്നെ മകൻ പറഞ്ഞു, തിന്നെ അവസാനം തന്നെ കൂടി ഞാനാണല്ലോ തിന്നാ എന്നോ. അങ്ങനെ ചോറൊക്കെ ഊണ് കഴിഞ്ഞപ്പോൾ പിന്നെന്തായി? പിന്നെന്താ, ഒന്നുമില്ല, കാട്ടുനിന്ന് മരം കൊണ്ട് പറിച്ചു. എന്നിട്ട് മകനെ ഒരു അടിയുന്നു. അപ്പം മകൻ ഒരു മരം പറിച്ചിട്ട് ഭീമനെ അടിച്ചു. അങ്ങനെ കയ്യകാലത്തുള്ള സകല കാട്ടുമരങ്ങളും പറിച്ച് അടിച്ചു അന്യോന്യം. അവസാനം മരങ്ങളൊന്നും ഇല്ലാതെ ആയപ്പോൾ കൈകൊണ്ട് ഇടിക്കാൻ തുടങ്ങി, കാലുകൊണ്ട് ചവിട്ടാൻ തുടങ്ങി, മാന്താൻ തുടങ്ങി, പിച്ചാൻ തുടങ്ങി, കട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ 2 പേരും തമ്മിൽ കടുത്ത യുദ്ധം നടന്നു. അവസാനം ഈ മകനെ കൊന്നു. മകനെ കൊന്നിട്ട് മകനെ കെട്ടി വലിച്ചു കൊണ്ടുപോയിട്ട് ഈ ഗ്രാമത്തിൻ്റെ വാതിൽക്കൽ കെട്ടി തൂക്കി. ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്ന കഥയല്ല, മഹാഭാരതത്തിലുള്ള കഥയാണ്. ആ കഥ ഗോൾവാൾക്കർ വിചാരധാരയിൽ പുനരാഖ്യാനം ചെയ്തിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇതുപോലെ വേണം ന്യൂനപക്ഷത്തെ കൈകാര്യം. ചോറ് വേണമെന്ന് പറയുമ്പോൾ ചോറ് കൊടുക്കുക,
കാളെ വേണമെന്ന് പറഞ്ഞാൽ കാളെ കൊടുക്കുക, ആളെ വേണമെന്ന് പറഞ്ഞാൽ ആളെ കൊടുക്കുക. അവരിങ്ങനെ പറയുമ്പോൾ കൊണ്ട കൊടുക്കുന്നതിന് പകരം ഒറ്റ തല്ലിനെ അങ്ങോട്ട് കൊന്ന് കെട്ടി തൂക്കിയാൽ മതി. ഇതാണ് ഈ ന്യൂനപക്ഷ പ്രശ്നം പരിഹരിക്കാനുള്ള RSSന്റെ സുചിന്തിതമായ പദ്ധതി. ആ പദ്ധതിയുടെ ബ്ലൂ പ്രിന്റാണ് പൗരത്വ ഭേദഗതി നിയമം. ആ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എന്തു പറയാനുണ്ട്, മുസ്ലിം ലീഗിന് എന്തു പറയാനുണ്ട്, ഇടതുപക്ഷത്തിന് എന്തു പറയാനുണ്ട്? ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചോദ്യം. ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് നാരായണമില്ല. ഈ ഒരൊറ്റ പ്രശ്നത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലെ സംവാദം മുഴുവൻ നടക്കുന്നത്. ഇന്നത്തെ പത്രത്തിൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക തയ്യാറാക്കിയതിനെ സംബന്ധിച്ച് റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയാൻ ഞാൻ തപ്പി നോക്കി, ഭൂതക്കണ്ണട വെച്ച് നോക്കി. ഈ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഒരക്ഷരം എതിരില്ല. ഈ കോൺഗ്രസ് തയ്യാറാക്കിയിട്ടുള്ള പ്രകടന പത്രികയിലില്ല. ശ്രദ്ധിച്ചോളാം. 5 ന്യായങ്ങൾ നടപ്പാക്കണം എന്ന് പറയുന്നുണ്ട്. കർഷക ന്യായം, തൊഴിലാളി ന്യായം, സമത്വ ന്യായം, യുവന്യായം, വനിതാ ന്യായം. പക്ഷെ ഈ ന്യായങ്ങളൊക്കെ നടപ്പാക്കും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്ന് പറയല്ലാണ്ട് ഈ പൗരത്വ ഭേദഗതി നിയമം എന്ന അന്യായം ഞങ്ങൾ വന്നാൽ, ഞങ്ങൾ ജയിച്ചാൽ, ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ നടപ്പാക്കില്ല എന്ന് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അവിടെയാണ് വ്യത്യാസം. ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അവിടെയാണ് മാറ്റം വരച്ച് നോക്കുന്നത്. മുസ്ലിം ലീഗ് പറഞ്ഞെന്താ? മുസ്ലിം ലീഗ് പറയുന്നുണ്ടെന്ന്. മുസ്ലിം ലീഗിന്റെ പാണക്കാട്ട് തങ്ങൾ പറഞ്ഞത്, അസമയത്ത് കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു വിജ്ഞാപനം ഇറക്കിയതിൽ സംസ്ഥാനത്തെ ജനങ്ങളെല്ലാം ആശങ്കയിലാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. എന്താണ് വിഷയം? എന്താ വിഷയം? അസമയത്ത് ഇത് ഈ സമയത്ത് നടപ്പാക്കാൻ പാടില്ലെന്നേ നടപ്പാക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചോളാം. ഇത് ഞാനിത് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കി പറഞ്ഞതല്ലാന്ന് അറിയാൻ പറ്റും. ഇത് ദേശാഭിമാനി പത്രത്തിലല്ല, മാതൃഭൂമി പത്രത്തിൽ. അസമയത്ത് ഇത് തന്നെയാണ് KC വേണുഗോപാൽ പറഞ്ഞത്. ആലപ്പുഴയിൽ മത്സരിക്കുന്ന രാജീവ് ഗാന്ധിയുടെ സ്വന്തം KC വേണുഗോപാൽ പറഞ്ഞെന്താ? 4.5 കൊല്ലമായില്ലേ ഈ ബില്ല് പാസ്സായിട്ട്, ഇപ്പോഴാണോ ഇത് കൊണ്ടുവരികയെന്ന് വെച്ചു. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടപ്പാക്കേണ്ടല്ല, 4.5 കൊല്ലം മുമ്പ് തന്നെ. മനസ്സിലാവുന്നുണ്ടോ? 4.5 കൊല്ലം മുമ്പ് തന്നെ നടപ്പാക്കേണ്ടതായിരുന്നു ഈ പൗരത്വ ഭേദഗതി നിയമം എന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. ഞാൻ ചോദിക്കുന്നു പറഞ്ഞാൽ നിങ്ങളോടെല്ലാവർക്കും ചോദിക്കുന്നത്, തെറ്റിദ്ധരിക്കണ്ട, ബേജാറാവണ്ട. എൻ്റെ ഈ പ്രസംഗം കേൾക്കാൻ നിർഭാഗ്യം അതിൻ്റെ നിർഭാഗ്യവാന്മാരും പതികളുമായിട്ടുള്ള ആളുകളോടല്ലേ ഞാൻ ഈ രാജ്യത്തിലെ ജനങ്ങളുടെ മുമ്പ് ചോദ്യം അവതരിപ്പിക്കുക. മുസ്ലിം ലീഗുകാരോട് കോൺഗ്രസിനെ ജയിപ്പിക്കാനാണ് നമ്മൾ നടക്കുന്നത്. മുസ്ലിം ലീഗുകാർക്ക് ചുണയുണ്ടോ? രാഹുൽ ഗാന്ധി ഇവിടെ വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ പോകും. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ച് ജയിക്കണം വെച്ചാൽ ലീഗിൻ്റെ വോട്ട് കിട്ടുന്നത് ഉറപ്പാണ്. ജയിക്കുമോ തോൽക്കുമെന്നുള്ള വേറെ വിഷയം. പക്ഷേ ലീഗിൻ്റെ വോട്ട് കിട്ടുന്നത് 3.5. അപ്പം ലീഗിനെ ആശ്രയിച്ചിട്ട് മാത്രമേ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാനും ജയിക്കാനും പറ്റൂ. ഞാൻ മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാക്കന്മാർ ചോദിക്കുകയാണ്, ഈ പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്താണ് എന്ന് വെളിപ്പെടുത്താൻ മുസ്ലിം ലീഗ് രാഹുൽ ഗാന്ധിയോട് പറയുമോ? ഈ രാഹുൽ ഗാന്ധി ഈ വയനാട്ടിൽ നിന്ന് ലീഗിന്റെ വോട്ട് കിട്ടി ജയിച്ച് അധികാരം കിട്ടിയാൽ ഈ പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കും എന്ന് പറയാൻ രാഹുൽ ഗാന്ധിയെ നിങ്ങൾക്ക് നിർബന്ധിക്കാൻ കഴിയോ? അപേക്ഷിക്കാൻ കഴിയോ? അഭ്യർത്ഥിക്കാൻ കഴിയോ? അത് കഴിഞ്ഞിട്ടാവോ മത്സരം? അത് കഴിഞ്ഞു. ഇവിടെയാണ് വിഷയം. മനസ്സിലാവുണ്ടോ പറഞ്ഞത്?